അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 67. ഇന്നു മുതലാണ് ജ്വാല കോളേജിലേക്കും ഡാൻസ് ക്ലാസ്സിലേക്കും പോയി തുടങ്ങുന്നത്. രാവിലെ കറക്റ്റ് സമയത്ത് തന്നെ അഗ്നി അവളെ വിളിച്ചുണർത്തി. ചിത്തിര രണ്ടാളോടും കൂടി ക്ഷേത്രത്തിൽ പോവാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കുളിച്ച് റെഡിയായി അഗ്നിയും ജ്വാലയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി. ജ്വാല ഒരു റെഡ് ചില്ലി കളർ ധാവണിയാണ് ഉടുത്തിരിക്കുന്നത്. ശ്രീകോവിലിനകത്തെ ഉണ്ണിക്കണ്ണനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ജ്വാലയുടെ മനസ്സ് ശാന്തമായിരുന്നു. അവൾക്ക് വേണ്ടി അഗ്നി കഴിപ്പിച്ച പുഷ്പാഞ്ജലിയുടെ പ്രസാദം പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ അരികിൽ നിൽക്കുന്നവനിലേക്ക് ഒന്നുപോയി. അതേ നിമിഷം തന്നെ അവനും അവളെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു. എന്റെ പ്രാർത്ഥനയിൽ ഇന്ന് ഈ ഒരുവനുണ്ടായിരുന്നില്ലേ? ജ്വാല ആലോചിച്ചു. ഉണ്ടായിരുന്നു, ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജ്വാലയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നവനല്ലേ? ഇയാൾക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കേണ്ടേ? അവൾക്കൊരു നിമിഷം ചിരി വന്നുപോയി. ഇതേ ആളോടുള്ള ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കുറച്ചു ദിവസം മുന്നേ ഈ സന്നിധിയിൽ വന്നു നിന്ന താൻ തന്നെ ഇന്ന് അതേ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിരി വരാതെ എങ്ങനെയാ? തിരിച്ചറിയുന്നു ഞാൻ സ്നേഹം എന്താണെന്ന്. അവളുടെ കണ്ണുകൾ കള്ളക്കണ്ണന് മുന്നിൽ വീണ്ടും അടഞ്ഞുപോയി. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ദേവേട്ടൻ. അതെ, എൻ്റെ ദേവേട്ടനാ. ഈ ജ്വാലയുടെ മാത്രം സ്നേഹിച്ചു പോകുന്നു ഞാൻ ഇയാളെ. ഒരാപത്തും വരുത്താതെ കാത്തോണെയെന്നും. എനിക്കെന്നും വേണം എൻ്റെ കൂടെ, എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ. അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. നെറ്റിയിൽ നേരിയൊരു തണുപ്പറിഞ്ഞതും ജ്വാല കണ്ണുകൾ വെട്ടിത്തുറന്നു. അപ്പോഴേക്കും അഗ്നി അവളുടെ നെറ്റിയിൽ ചന്ദനം വരച്ചു കഴിഞ്ഞിരുന്നു. അവള് പെട്ടെന്ന് കഴുത്തുയർത്തി കാണിച്ചു കൊടുത്തു. അവൻ അവളെ സംശയത്തോടെ നോക്കി. കഴുത്തിലും തൊട്, അമ്മ ഇഷ്ടണ്ടാവാനാ പോലും. അവൾ ചിരിയോടെ അവനോട് പറഞ്ഞു. അഗ്നിയുടെ ചുണ്ടിൽ ചിരി പിന്നി. അപ്പോ ഇത് തൊട്ടില്ലെങ്കിൽ അമ്മ ഇഷ്ടണ്ടാവില്ലേ? അവൻ പുരികമുയർത്തി. ഉണ്ടാവൂലോ, എനിക്ക് എന്നും ഇഷ്ടാ. പക്ഷെ ഇത് ഞാൻ ചെറുപ്പം തൊട്ടേ ഇടുന്നതാ. അവള് കുറുമ്പോടെ പറഞ്ഞു. ആണോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ പെണ്ണെ. നീ വാ, നമുക്ക് പോവാ. അവളുടെ കഴുത്തിൽ ചന്ദനം തൊട്ട് പറഞ്ഞുകൊണ്ട് അഗ്നി മുന്നോട്ട് നടക്കാനാഞ്ഞു. ജ്വാല പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ അവളെ എന്തായെന്ന പോലെ സംശയത്തോടെ നോക്കി. എന്താ ചന്ദനം തൊടാത്തെ? അവള് ചോദിച്ചു. തൊട്ടു തരുമോ? അവൻ മറുചോദ്യം ചോദിച്ചു. അവള് മൂളിയതും അവന്റെ കണ്ണു തിളങ്ങി. ജ്വാല ചന്ദനം വിരലിലെടുത്ത് അവന് നേരെ ഉയർത്തി. എവിടെ? ചെക്കൻ നിവർന്നു നിൽക്കുക. അവളാണെങ്കിൽ അവന്റെ നെഞ്ചൊപ്പമേ പൊക്കുള്ളൂ. ഒന്ന് താഴ്ന്നു നിൽക്ക്, ഇത് എന്തൊരു ഉയരാ, എനിക്ക് എത്തണ്ടേ? ജ്വാലയുടെ കവിള് വീർത്തു. അത് ശരി, നീ ഹൈറ്റ് ഇല്ലാത്തതിനും കുറ്റം എനിക്ക്. അഗ്നി അവളുടെ മൂക്കുത്തിയിൽ തട്ടി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ തലതാഴ്ത്തി കൊടുത്തു. ജ്വാല ഒന്നുയർന്ന് പുഞ്ചിരിയോടെ അവന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. അഗ്നിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ജ്വാല അവന്റെ കണ്ണുകളിൽ പതിയെ ഊതി. അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. ജ്വാലയും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് അവന്റെ നെഞ്ചിലേക്കാണ്. ഷർട്ട് ഒരു ഭാഗത്തു കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായി അവന്റെ നെഞ്ചിൽ അവളെന്തോ അടയാളം കണ്ടു. അവളുടെ നോട്ടം എങ്ങോട്ടാണെന്ന് കണ്ട അഗ്നി പെട്ടെന്ന് ഷർട്ട് നേരെ നെഞ്ചിലേക്കിട്ട് പുറത്തേക്ക് നടന്നു. ജ്വാല നെറ്റി ചുളിച്ച് അവനെ നോക്കി. അവൾ ചെരുപ്പിട്ട് വരുമ്പോഴേക്കും അഗ്നി ഷർട്ട് ഇട്ട് കഴിഞ്ഞിരുന്നു. പോവാ. അവൾ അടുത്തേക്ക് എത്തിയതും അവൻ ചോദിച്ചു. ജ്വാല അവന്റെ നെഞ്ചിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴും. എന്താ കുഞ്ഞ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അത് അത് ഇവിടെ എന്താ? അവൾ അവന്റെ നെഞ്ചിലേക്ക് വിരല് ചൂണ്ടിക്കൊണ്ട് പതിയെ ചോദിച്ചു. ഇവിടെ എന്ത്? ഒന്നുമില്ലല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ കുസൃതിയോടെ പറഞ്ഞു. അല്ല, അവിടെ അവിടെ എന്തോ ഉണ്ടല്ലോ, അതെന്താ? അവൾ ആകാംക്ഷയോടെ വീണ്ടും ചോദിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. പറയഗ്നി. അവള് മുഖം വീർപ്പിച്ചു. അതൊരു ടാറ്റു. അവൻ കൂസലില്ലാതെ പറഞ്ഞു. അവളുടെ മുഖം വിടർന്നു. ടാറ്റുവോ? എന്ത് ടാറ്റുവാ? നിക്ക് കാണിച്ചു തരുവോ? അത് ചോദിക്കുമ്പോൾ അവളിൽ പതർച്ചയുണ്ടായിരുന്നു. എന്റെ നെഞ്ചിലാ പെണ്ണെ, നിനക്ക് കാണണോ? അവൻ കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ വെപ്രാളത്തോടെ വേണ്ട എന്ന് തലയിളക്കി. എങ്കിലും അവൾക്കത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. എന്താ കുഞ്ഞാ, എന്തെങ്കിലും പറയാനുണ്ടോ? അത് അഗ്നി, അതെന്ത് ടാറ്റുവാ? അവൾ ചോദിച്ചു. അതെനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ പേരാ. കുറച്ചു വർഷം മുന്നേ കുത്തിയതാ. അവൻ അവളുടെ ഉണ്ട കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ കണ്ണുകൾ ഞെട്ടലോടെ അവന് നേരെ ഉയരുന്നത് കണ്ട് അഗ്നി അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു. പ്രിയപ്പെട്ടെന്ന് വെച്ചാ അത് അമ്മയുടെ പേരാണോ? അല്ലല്ലോ. അവൻ മറുപടി കൊടുത്തു. അവളുടെ മുഖം മങ്ങുന്നു. അവിടെ എന്തോ ഒരു അസ്വസ്ഥത. അഗ്നിക്ക് അത് കണ്ട് സന്തോഷമാണ് തോന്നിയത്. അത് ആരുടെ പേരാന്നറിയാനുള്ള അവളുടെ ആകാംക്ഷ. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? മറ്റാരുടെയെങ്കിലും പേരാണോ അതെന്ന് അവൾ ഭയക്കുന്നോണ്ടല്ലേ? അഗ്നി ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ സ്വയം പറഞ്ഞു. പിന്നെ പിന്നെ അച്ചയുടെ ആണോ അതോ ആരവേട്ടൻ്റെ ആണോ? അവൾ വെപ്രാളത്തോടെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്.
അഗ്നി അവളെ നോക്കി ചിരിയോടെ കാറിനരികിലേക്ക് നടന്നു. അഗ്നി! ജ്വാല വിഷമത്തോടെ അവനെ വിളിച്ചു. അവൻ പെട്ടെന്ന് കാറിന്റെ ഡോറിലേക്ക് അവളെ വലിച്ചു ചേർത്തു. ജ്വാല പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, നീ ചോദിച്ച ആരുടെയല്ല. ഇത് കുത്തിയിട്ട് വർഷം 1-2ആയി. അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ പേരാ ഇത്. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാൾ. ഈ പ്രാണൻ എന്നെ നിന്ന് അകലുന്നത് വരെ ആ മുഖവും പേരും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അവൻ അവളുടെ പൂച്ച കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല അവനെ തുറച്ചു നോക്കി. ആരാ അത്? ആൺകുട്ടിയാണോ അതോ പെണ്ണോ? അവൾ വീണ്ടും ചോദിച്ചു. അഗ്നി കൗതുകത്തോടെ അവളുടെ വീർത്തു വരുന്ന കവിളിലേക്ക് നോക്കി. ഒരു പെണ്ണിന്റെ പേരാ? ആ കവിളിലേക്ക് തന്നെ നോട്ടം എയ്തുകൊണ്ട് അവൻ പറഞ്ഞു. ജ്വാല ഞെട്ടലോടെ അവനെ നോക്കി. അവളുടെ പല്ലുകൾ തമ്മിൽ ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ മുറുകുന്നുണ്ട്. ആരാ? പേര് പറയാവോ? എന്തിനാ വല്ലവരുടെ പേര് ഇവിടെ എഴുതിയേ? അവള് പരിഭവത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, ഒരു രസം. അവൻ കുറുമ്പോടെ പറഞ്ഞു. എന്നെക്കാൾ ഇഷ്ടമുള്ള ആളാണോ അത്? അവള് പോലും അറിയാതെ അവളുടെ വായിന്ന് വന്ന ആ ചോദ്യം അഗ്നി അവളെ അത്ഭുതത്തോടെ നോക്കി. അവളുടെ പരിഭവം അത് തന്നോടുള്ള സ്നേഹം കൊണ്ടുള്ളതാണെന്ന് ഓർക്കവേ അവൻ അവളെ വാരിപ്പുണർന്ന് ചുംബിക്കാൻ കൊതി തോന്നി. ഈ നെഞ്ചിലുള്ള പേരും ഈ നെഞ്ചിനകത്തും മൊത്തം നീയാണെന്ന് പറയാൻ ഉള്ളം വെമ്പി. അടുത്ത നിമിഷം അഗ്നി അവളിലേക്ക് ചാഞ്ഞു വന്ന് അവളുടെ കവിളിൽ ചുംബിക്കുക തന്നെ ചെയ്തു. ജ്വാല അവനെ നോക്കി കണ്ണുരുട്ടി. ഇന്നെ എന്തിനു ഉമ്മ വെച്ചേ? കൊണ്ടുപോയി നെഞ്ചിലുള്ളവൾക്ക് കൊടുക്ക്, മാറങ്ങോട്ട്. അവള് ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റി കാറിനകത്തേക്ക് കയറി. അഗ്നി അവളെ അമ്പരപ്പോടെ നോക്കി. വരണുണ്ടോ? എനിക്ക് കോളേജിൽ പോണം. അവള് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അഗ്നിക്ക് അവളുടെ മുഖം കണ്ട് ശരിക്കും ചിരി വന്നുപോയി. അവളെ തന്നെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ കാറിനകത്തേക്ക് കയറി. ജ്വാല അവനെ നോക്കി മുഖം വെട്ടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അത് കണ്ട് അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി. കുഞ്ഞാ! അവൻ അവൾക്കടുത്തേക്ക് ചാഞ്ഞു വന്നു. വേണ്ട, പോ. ഇനി എന്നെ ഉമ്മ വെക്കണ്ട. എനിക്ക് ഇഷ്ടല്ലല്ലോ. പോ. മിണ്ടൂല ഞാൻ. വേണേല് അവൾക്ക് ഉമ്മ എടുത്തോ. അവൾ ചുണ്ടുകൊട്ടി. അഗ്നി ചുണ്ട് കടിച്ചു പിടിച്ച് അവളെ കള്ളച്ചിരിയോടെ നോക്കി. ഞാൻ ആരുടെ പേര് നെഞ്ചി ടാറ്റു ചെയ്താ നിനക്ക് എന്താ കുഞ്ഞാ? നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. നിനക്കെന്നെ വെറുപ്പല്ലേ? നിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ നിന്നെ ഞാൻ. അപ്പൊ നിനക്ക് എന്നോട് ദേഷ്യമല്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ എന്നോട് ഈ പരിഭവം എൻ്റെ കുഞ്ഞിപ്പെണ്ണിന്? അവൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ അവനെ കണ്ണു നിറച്ചുകൊണ്ട് നോക്കി. എനിക്ക് സ്നേഹം ഉണ്ടല്ലോ, ഞാനത് അന്ന് പറഞ്ഞതല്ലേ. അവൾ ചുണ്ട് പിളർത്തി. അത് കണ്ട് അഗ്നി വാത്സല്യത്തോടെ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ചു. ജ്വാല അവനെ സങ്കടത്തോടെ നോക്കി. ആണോ? അപ്പൊ എൻ്റെ കുഞ്ഞിന് എന്നോട് സ്നേഹാണല്ലേ? അവൾ മൂളി. അപ്പോ പ്രണയുണ്ടോ? അവൻ ആർദ്രമായി ചോദിച്ചു. അവള് പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പറയ്, പ്രണയുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. അറിയില്ല. അവള് പതർച്ചയോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി. അഗ്നി ചിരിയോടെ അവളുടെ മുഖം പിടിച്ചു തിരിച്ച് അവന് നേരെയാക്കി ആ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി. അറിയില്ലെങ്കിൽ വേണ്ട കേട്ടോ. അവൻ പതിയെ പറഞ്ഞു. എന്നെക്കാൾ ഇഷ്ടാണോ ഈ നെഞ്ചിലുള്ള ആളെ? അവള് വീണ്ടും വീണ്ടും പരിഭവത്തോടെ ചോദിക്കുകയാണ്. അവൻ അവളെ അലിവോടെ നോക്കി. സ്നേഹാണ് ആ കണ്ണുകൾ നിറച്ച്, ഒപ്പം ഒരു കുഞ്ഞി ഭയവും. അഗ്നി അവളുടെ കവിളിൽ പതിയെ തലോടിയിരുന്നു. നിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞ് ഈ പേര് പോലുള്ളൂ. പ്രണയം തുളുമ്പുന്ന മിഴികളാൽ അവൻ പറഞ്ഞു. ജ്വാലയുടെ മുഖം വിടർന്നു. അടുത്ത നിമിഷം അവൾ അവന്റെ കൈ പിടിച്ചെടുത്ത് അതിൽ അമർത്തി മുത്തി. അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി. ഇനി മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെക്കണ്ട കേട്ടോ. എനിക്കെന്റെ പൂച്ചക്കുട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അത്രയ്ക്കിഷ്ട എനിക്ക്. അവന്റെ സ്വരം കാതിൽ അത്രമേൽ മൃദുവായി പതിഞ്ഞപ്പോൾ ശരീരത്തിൽ ഒരു മഞ്ഞുകണം വീണുടഞ്ഞതുപോലെ അവളൊന്ന് കുളിർന്നു. അവൾ അവനെ നോക്കി സന്തോഷത്തോടെ തലയാട്ടി. നന്നോട് പറ അഗ്നി, അത് ആരുടെ പേരാന്ന്? അവൾ കുറുമ്പോടെ ചോദിച്ചു. പറയാ, സമയാവുമ്പോ പറയാ. അതല്ല എൻ്റെ കുഞ്ഞിന് ഇപ്പോഴേ അറിഞ്ഞേ മതിയാവുന്നാണെങ്കിൽ ഞാൻ പറയില്ല. പക്ഷേ കാണിച്ചു തരാ. എന്താ വേണോ? പക്ഷേ പകരം എനിക്ക്. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ എന്താണാവോ എന്ന പോലെ അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അഗ്നി അവളിൽ നിന്നും അകന്നിരുന്ന് അവന്റെ ഷർട്ടിന്റെ ആദ്യത്തെ ബട്ടൺ അഴിച്ചുകൊണ്ട് അവളെ നോക്കി. ജ്വാല ഉമിനീർ വിഴങ്ങി. പകരം ഇത് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന നിമിഷം നീ ആ പേരിൽ കിസ് ചെയ്യണം. അതായത് എൻ്റെ നെഞ്ചില്. സമ്മതാണല്ലോ അല്ലേ? അവൻ വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കി. ജ്വാലയുടെ കണ്ണു മിഴിഞ്ഞു. എന്താ? അവള് മിഴിഞ്ഞ കണ്ണുകളോടെ അവനോട് ചോദിച്ചു. പൊട്ടിവന്ന ചിരി ഒതുക്കാൻ അഗ്നിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു. ആന്ന്, ഞാൻ ഈ പേര് കാണിച്ചു തരുമ്പോ നീ അവിടെ കിസ് ചെയ്യണം. നീ എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിക്കുമ്പോ ഞാൻ പറയുന്നത് നീ അനുസരിക്കണ്ടേ? അപ്പൊ ശരി. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ഷർട്ടിന്റെ രണ്ടാമത്തെ ബട്ടൺ അഴിച്ചതും ജ്വാല വെപ്രാളത്തോടെ അവനടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ട് കൂട്ടിപ്പിടിച്ചു. അഗ്നി എന്താ എന്ന പോലെ അവളെ നോക്കി പുരികമുയർത്തി.
നിക്ക് കാണണ്ടല്ലോ. അത് ആരുടെ പേരാച്ചാ ആയിക്കോട്ടെ. നിക്കെന്താ? ഞാൻ ഉമ്മ തരൂല. അവള് വിയർപ്പ് പൊടിഞ്ഞ മുഖം ഒരു കൈയാൽ തുടച്ചുകൊണ്ട് അവനോട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പൊ നിനക്ക് കാണണ്ടേ? അവളുടെ ചുണ്ടിനരികിലേക്ക് ചുണ്ട് കൊണ്ടുവന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവള് വെപ്രാളത്തോടെ അവനിൽ നിന്നും അകന്നിരുന്ന് അവനെ കപടദേഷ്യത്തോടെ നോക്കി. അഗ്നി ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് അവളെ കുസൃതി ചിരിയോടെ നോക്കുന്നുണ്ട്. നിക്കൊന്നും കാണണ്ട. ആരുടെ പേരാച്ചായിക്കോട്ടെ. ബ്ലാ. നിക്കെന്താ? വണ്ടി എടുക്ക്. നിക്ക് പോണം. അവള് പറഞ്ഞു. അഗ്നി അവളെ നോക്കി അല്പനേരം ആ ഇരിപ്പിരുന്നു. അഗ്നി പോ. നിക്ക് കാണണ്ട. അവന്റെ നോട്ടം താങ്ങാനാവാതെ വിറയലോടെ പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് അവള് പുറത്തേക്ക് നോക്കിയിരുന്നു. അഗ്നി അവളെ നോക്കി ചിരിയോടെ കാറ് തിരിച്ചു. അപ്പോഴും ജ്വാലയുടെ വീർത്ത കവിളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവന്റെ കണ്ണുകൾ പ്രണയത്തോടെ പാറി വീഴുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് തിരികെയുള്ള യാത്രയിൽ ജ്വാല അഗ്നിയെ നോക്കിയതേയില്ല. ആ പേര് അവൻ കാണിച്ചു തന്നില്ല എന്നതിലുപരി അത് കാണിച്ചു തന്നാൽ അവൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിഞ്ഞ വെപ്രാളമായിരുന്നു അവളിൽ. അയ്യേ, നെഞ്ചിൽ ഉമ്മ വെക്കണം പോലും. ഈ മനുഷ്യന് നാണമില്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? അവൾ പിറുപിറുത്തു. പക്ഷെ അടുത്ത് അവളിൽ തന്നെ ചെവി ഓർത്തിരിക്കുന്നവൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അഗ്നിക്ക് ചിരി വന്നു. അതെ കുഞ്ഞാ, മൈൻഡ് വോയിസ് എന്ന് പറഞ്ഞാ മനസ്സിലാ പറയാ. അല്ലാതെ ഇങ്ങനെ ശബ്ദത്തിൽ പറഞ്ഞാ ഞാനും കേക്കില്ലേ? അവൻ കുറുമ്പോടെ അവളെ നോക്കി. ജ്വാല കണ്ണുമിഴിച്ച് അവനെ നോക്കി. താൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം അവൻ കേട്ടുവെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്റെ കണ്ണാ. വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. അഗ്നിക്ക് അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരി വന്നു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കോളേജിലേക്ക് പോവാനുള്ള തിരക്കിലായി ജ്വാല. ഇതിനിടയ്ക്ക് റൂമിൽ ഇടയ്ക്കിടയ്ക്ക് അഗ്നി വരുന്നതും അവളെ നോക്കുന്നതും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നതും അവൾ കാണുന്നുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ ജ്വാല ഒന്നും മിണ്ടാതെ വെപ്രാളത്തോടെ അവനിൽ നിന്നും മാറി നിൽക്കുന്നു എന്നതായിരുന്നു സത്യം. അവള് ധാവണിഷാളിൽ കുത്തിയിരിക്കുന്ന പിന്നഴിച്ചു മാറ്റി ഷോൾ അഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അഗ്നി പിന്നീട് റൂമിലേക്ക് കയറി വന്നത്. അവനെ കണ്ടതും അവള് വെപ്രാളത്തോടെ ഷോള് നേരെ ഇട്ടു. അഗ്നി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വാർഡ്രോബ് തുറന്ന് ഒരു വൈറ്റ് കളർ ചുരിദാർ എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. ഇതിഷ്ടായില്ലേ? അവൾ മൂളി. എന്നാ ഇന്നിതിടാവോ? അവൻ ചോദിച്ചു. അവൾ ശരിയെന്ന പോലെ തലകുലുക്കി. കുഞ്ഞാ. അഗ്നി വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇനി എന്നെ നോക്കാതിരിക്കരുത് കുഞ്ഞാ. എന്തിനീ മൗനം? എന്താ എന്നെ നോക്കാത്തെ? ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? നിന്നോടല്ലേ കുഞ്ഞാ, എൻ്റെ അല്ലേ? എനിക്ക് പറഞ്ഞൂടെ? നിന്നോട് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് എന്തിനാടാ നാണം? അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. ഇനി മിണ്ടാതിരിക്കുവോ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. ഇല്ല. അവൾ മറുപടി പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ടാറ്റു കാണണോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. വേണ്ട. അവളിൽ പതർച്ച. ഒരിക്കൽ ഞാൻ കാണിച്ചു തരും. പക്ഷെ ഞാൻ ഉമ്മ തരില്ല കേട്ടോ. അവള് പതിയെ പറഞ്ഞു. നീ തരും. അവനിൽ ചിരിയാണ്. ഇല്ല. അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ബെറ്റ് വെക്കാ? അവൻ ചിരിയോടെ ചോദിച്ചു. ബെറ്റ്? അവളൊന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെ പെട്ടെന്ന് പറഞ്ഞു. അവന്റെ കണ്ണുകൾ തിളങ്ങി. ശരി, അപ്പൊ കാത്തിരുന്നോ. ഈ ടാറ്റു നീ കാണുന്ന നിമിഷം നീ അതിൽ കിസ് ചെയ്യും. അതും ഞാൻ പറയാതെ തന്നെ. അങ്ങനെ ഉണ്ടായാ ഞാൻ ബെറ്റ് ജയിക്കില്ലേ? അവൻ അവിടെ ഇരു കയ്യാലെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി. പക്ഷെ ഞാൻ തരില്ലല്ലോ. അത് വിട്. പക്ഷെ ബെറ്റ് ഞാൻ ജയിച്ചാ നീ എനിക്ക് എന്തു തരും? അത് പറ. അവൻ പുരികമുയർത്തി. അഗ്നി ചോദിക്കുന്ന എന്തും തരും. അവൾ ഉറപ്പോടെ പറഞ്ഞു. അഗ്നിക്ക് ചിരി വന്നു. അത്രയ്ക്കൊക്കെ വേണോ കുഞ്ഞാ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ. അവസാനം പറ്റില്ലാന്നൊന്നും പറഞ്ഞേക്കരുത്. അവൻ പറഞ്ഞു. എനിക്കറിയാലോ ആ ബെറ്റില് അഗ്നി ജയിക്കില്ലാന്ന്. പിന്നെന്തിനാ ഞാൻ ആലോചിക്കണേ? അവൾ ചുണ്ടു കൂർപ്പിച്ചു. അഗ്നി പുഞ്ചിരിച്ചു. ഓക്കെ, എന്നാ ശരി. അപ്പോ നീ പറഞ്ഞു തന്നെ ഞാനും പറയുന്നു. ഈ ബെറ്റിൽ ഞാൻ തോറ്റാ നീ ചോദിക്കുന്ന എന്തും തരും ഞാൻ. അവൻ പറഞ്ഞതും ജ്വാല സമ്മതം പോലെ തലകുലുക്കി. അഗ്നി അവളെ വിട്ടുമാറി. ജ്വാല നേരെ നിന്നു. പക്ഷെ അതേ നിമിഷം തന്നെ അവള് നേരത്തെ പിന്നഴിച്ചു മാറ്റിയിരുന്ന ധാവണി ഷോൾ അവളുടെ മാറിൽ നിന്നും അഴിഞ്ഞു വീണിരുന്നു. അഗ്നിയും ജ്വാലയും ഒരുപോലെ ഞെട്ടി. അഗ്നിയുടെ നോട്ടം അവളുടെ ബ്ലൗസിലേക്ക് പോയി. അല്ല, ബ്ലൗസിലേക്കല്ല. ആ ചെക്കൻ്റെ നോട്ടം പോയിരിക്കുന്നത് ബ്ലൗസിന് മുകളിലേക്ക് ഉയർന്നു കാണുന്ന അവളുടെ മാറിടത്തിലേക്കാണ്. അവന്റെ തൊണ്ട വരണ്ടുപോയി. നിലത്തേക്ക് വീണുപോയ ദുപ്പട്ട കുനിഞ്ഞെടുക്കാൻ പോലും കഴിയാതെ ജ്വാല വിറച്ചു നിന്നു. എന്നാൽ അവന്റെ നോട്ടം നേരിടാനാവാതെ പെട്ടെന്ന് അവൾ മാറിടത്തിന് കുറുകെ കൈകൊണ്ടുപോയതും അഗ്നി പെട്ടെന്ന് ആ കൈ പിടിച്ചു വെച്ചിരുന്നു. അഗ്നി, അവൾ വിറയലോടെ വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളുടെ മാറിടത്തിലേക്ക് മുഖമമർത്തിയിരുന്നു.
ജ്വാല ഏങ്ങിക്കൊണ്ട് തല പുറകിലേക്ക് വളച്ചു. ആ ശബ്ദത്തിൽ അഗ്നിയുടെ പിടിവിട്ടുപോയി. ആ പെണ്ണിന്റെ മാറിടത്തിൽ അവന്റെ പല്ലുകൾ അമർന്നു. അവൾ വീണ്ടും ശബ്ദമുണ്ടാക്കി. അവൻ പതിയെ അവിടെ ചുണ്ടിഴച്ചു. ദേവേട്ട. അവൾ കാലിൽ കുത്തിയുയർന്നു. അവൻ മൂളിക്കൊണ്ട് അവന്റെ പ്രവൃത്തി തുടർന്നു. പുറത്തേക്ക് കാണുന്ന മാറിടുക്ക് വരെ ചലിച്ചുപോയ അവന്റെ ചുണ്ടുകൾ ജ്വാലയ്ക്ക് ശരീരമാകെ കോരിത്തരിച്ചുപോയി. അവൾ അവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. അഗ്നിയുടെ ചുണ്ടുകൾ ബ്ലൗസിന് മുകളിലൂടെ ആ മാറിടത്തിലേക്ക് നീങ്ങിയതും ജ്വാല കണ്ണുകൾ ഇറുകെ അടച്ചു. അവിടെ എന്തൊക്കെയോ പരതിക്കൊണ്ട് ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയതുപോലെ അവൻ നുണയവേ ജ്വാല വല്ലാതെ അവനെ വിളിച്ചു പുലമ്പിപ്പോയി. തന്റെ കൺട്രോൾ പോകുന്നത് അവനറിഞ്ഞു. ഇനിയും ആ പെണ്ണിൽ നിന്നും അകന്നു മാറിയില്ലെങ്കിൽ താൻ അവളെ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് തോന്നിയ നിമിഷം അഗ്നി അവളിൽ നിന്നും മുഖമുയർത്തി. രണ്ടുപേരും ഒരുപോലെ കിതച്ചുപോയിരുന്നു. ജ്വാലയ്ക്ക് അവനെ നോക്കാൻ കഴിയുന്നില്ല. അവൾ തലതാഴ്ത്തി നിന്നു. അഗ്നിയും ആകെ വല്ലാതെ ആയിരുന്നു. ചുവന്ന് തുടുത്തു നിൽക്കുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് നിലത്തേക്ക് വീണുപോയ ദുപ്പട്ടെടുത്ത് അവൻ അവളുടെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചു. ജ്വാല പിടയുന്ന മിഴിയോടെ അവനെ നോക്കി. സോറി, പെട്ടെന്ന് ഞാൻ. അഗ്നി പതറി. ജ്വാലയ്ക്ക് പക്ഷേ അവന്റെ നോട്ടത്തിൽ പോലും വല്ലാതെ തുടുത്തു പോകുന്നു. അഗ്നി കണ്ണ് വിടർത്തിക്കൊണ്ട് ആ പെണ്ണിന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. ദേവേട്ട. അവള് വിളിച്ചു. ദേഷ്യായോ എന്നോട്? അവൻ ആ പൂച്ച കണ്ണിലേക്ക് തന്നെ നോക്കി. അവള് പതിയെ ഇല്ല എന്ന് മോളി. അഗ്നിയുടെ ചുണ്ടോരം ഒരു ചിരി മിന്നി. ഏറെ ഇഷ്ടത്തോടെ അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടുകൾ അടുത്തു. ജ്വാലയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോന്നു. ഏട്ടാ, ഏട്ടത്തി ഒരുങ്ങിക്ക. പെട്ടെന്ന് പാതി തുറന്ന ഡോറ് മുഴുവനായി തള്ളി തുറന്നുകൊണ്ട് അപ്പു അകത്തേക്ക് കയറി വന്ന് ചോദിച്ചു. പക്ഷേ മുഴുവൻ ചോദിക്കും മുന്നേ കൺമുന്നിൽ കണ്ട കാഴ്ചയിൽ അപ്പുവിന്റെ കണ്ണ് തള്ളി. പരസ്പരം ചുംബിക്കാൻ പോകുന്ന അഗ്നിയും ജ്വാലയും. അവന്റെ ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടലോടെ പെട്ടെന്ന് അകന്നു മാറി. അപ്പോഴേക്ക് അപ്പു തിരിഞ്ഞു നിന്നിരുന്നു. ജ്വാല വെപ്രാളത്തോടെ അഗ്നിയെ നോക്കി. അഗ്നിയും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സോറി സോറി, ഞാനൊന്നും കണ്ടില്ല. അപ്പു വെപ്രാളത്തോടെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. അഗ്നി പക്ഷേ ആ പെണ്ണിന്റെ മാറിടത്തിലേക്കാണ് നോക്കിയത്. അവിടെ അവന്റെ ചുണ്ടുകളുടെ നനവ്. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, അഗ്നി ആർദ്രമായി പറഞ്ഞു. ജ്വാല തുടുത്ത മുഖത്തോടെ തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. തുടരും.